തലസ്ഥാന നഗരിയിൽ വെച്ച് നടന്ന കേരള സർവകലാശാല കലോത്സവം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ കലോത്സവം പൂർത്തിയാകാതെ അവസാനിപ്പിക്കേണ്ടി വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലേ. വിധികർത്താവ് PN ഷാജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗവർണറുടെ ഇടപെടൽ വന്നിരിക്കുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഗവർണർ നാളെയാണ് ലക്ഷ്മി കേരളത്തിലേക്ക് എത്തുക. ഈ PN ഷാജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം, ഈ ഷാജിയുടെ കുടുംബമാണ് ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് ഈ ഒരു കുടുംബത്തിന്റെ ആവശ്യം. സർവകലാശാല രജിസ്ട്രാർ ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇത് കന്റോൺമെന്റ് പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ നിലയിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കണ്ണൂർ പോലീസ് ആയിരിക്കും ഈ കേസ് അന്വേഷിക്കുക. സർവകലാശാല വൈസ് ചാൻസലറോട് ഗവർണർ വിശദീകരണം ഉടൻ തന്നെ തേടിയേക്കും. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തില്ല, നാളെ ആയിരിക്കും മടങ്ങി എത്തുക. അതിനുശേഷമായിരിക്കും ഈ ഒരു കാര്യത്തിൽ വൈസ് ചാൻസലറോട് വിശദീകരണം തേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മാത്രമല്ല മറ്റ് വിഷയങ്ങളിലും, അതായത് ഷാജിയുടെ ആത്മഹത്യക്ക് പുറമെ മറ്റ് വിഷയങ്ങളിലും അദ്ദേഹം വിശദീകരണം തേടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തവണത്തെ സർവകലാശാല കലോത്സവം അത് പൂർണ്ണമായും അലങ്കോലമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം SFIയുടെ ഇടപെടൽ തന്നെയാണ്. ഈ മറ്റു വിദ്യാർത്ഥി ഉള്ളവരാണെങ്കിൽ കൂടി ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ കലോത്സവം എന്ന് പറയുന്നത് SFIയുടെ കൈക്കുള്ളിൽ നിൽക്കുന്നു എന്നുള്ളത്. അതായത് SFIയുടെ നിയന്ത്രണത്തിലാണ് കോളേജ് ക്യാമ്പസുകളും അതോടൊപ്പം തന്നെ കലോത്സവവും. ക്യാമ്പസുകൾ SFIയുടെ കയ്യിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ കലോത്സവം കലോത്സവം ഇവരുടെ കാലാവധി കഴിഞ്ഞതാണല്ലോ രശ്മി, അല്ലേ? കാരണം ഈ സർവകലാശാല യൂണിയന്റെ കാലാവധി, SFI ഭരിക്കുന്ന യൂണിയന്റെ കാലാവധി ഫെബ്രുവരി 26 കഴിഞ്ഞിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് ഈ കലോത്സവത്തിന്റെ സംഘാടന ഏറ്റെടുത്തു എന്നുള്ളതുമായി ബന്ധപ്പെട്ടും ഈ യൂണിയൻ പിരിച്ചുവിടാൻ VC ഒരു തീരുമാനമെടുത്ത സാഹചര്യമുണ്ടല്ലോ. അത്തരത്തിൽ തന്നെയുണ്ട്. കാലാവധി കഴിഞ്ഞിട്ടും തുടരുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ കലാലയങ്ങളെല്ലാം തന്നെ SFIയുടെ അധീനതയിലാണ്. ഈ കഴിഞ്ഞ കലോത്സവത്തിൽ തന്നെ മറ്റു വിദ്യാർത്ഥികളെ അതിക്രൂരമായി കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ നമ്മൾ ഈ കലോത്സവത്തിനിടയിൽ കണ്ടതാണ്. മറ്റു വിദ്യാർത്ഥികളെ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്ന SFIയുടെ നിലപാട്. ക്യാമ്പസുകൾ അടക്കി വാണതിനു ശേഷം അവരുടെ കാലാവധി കഴിഞ്ഞാലും അവിടെ തുടർന്ന് ആ ഒരു ഭരണം, ഈ രീതിയിലുള്ള മർദ്ദനം, സിദ്ധാർത്ഥിന്റെ ശേഷം ഇപ്പോൾ ഈ ഷാജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ ഷാജിയെ നിരന്തരം ഇത്തരത്തിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ട കോളേജിന് ഉയർന്ന മാർക്ക് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. KSU യൂണിയനുള്ള കോളേജിന് മാർക്ക് കൊടുത്തു അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഈ വിധികർത്താവിനൊപ്പം തന്നെ നൃത്താധ്യാപകരെ ഉൾപ്പെടെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ്. KSU യൂണിയനിൽ പെട്ടവരെയൊക്കെ തിരഞ്ഞു പിടിച്ചടിക്കുകയായിരുന്നു എന്നാണ് ആ ഒരു സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ആ രീതിയിലുള്ള ഒരു മർദ്ദനമാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ആദ്യമായിട്ടുള്ള സംഭവം തന്നെയല്ല. ഈ കേരള സർവകലാശാലയിൽ മാത്രം കാര്യമെടുത്താൽ, ആ യൂണിവേഴ്സിറ്റിയിലെ മാത്രം കാര്യമെടുത്താലും നേരത്തെ ഒരു വിദ്യാർത്ഥിയുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് SFIയുടെ നേതൃത്വത്തിലാണ് നടന്നത്. പിന്നീട് അതിനുശേഷം ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ആ ശ്രമിച്ച വിദ്യാർത്ഥിനിയുടെ പ്രതികരണം ഒക്കെ കേട്ടാൽ ഞെട്ടും. കാരണം തീരെ പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ക്യാമ്പസിൽ ഉള്ളത്. പഠിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി ചില സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ പോലും ഈ SFIയുടെ ഈ ഒരു റാഗിംഗ് അത് സഹിക്കാൻ അസഹനീയമായി തുടരുന്നു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. തുടർന്ന് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷം പിന്നീട് ആ കുട്ടി മാധ്യമങ്ങളോട് ഉൾപ്പെടെ ഈ ഒരു വിവരങ്ങൾ പങ്കുവെക്കുന്നു. തുടർന്ന് പഠിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. പിന്നീട് ആ കോളേജൊക്കെ മാറി വിദ്യാർത്ഥിനി ചെയ്തത്. ഈ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തെ കോളേജുകളിൽ. ഞാൻ ഈ പറഞ്ഞത് കേരള യൂണിവേഴ്സിറ്റിയിലെ മാത്രം കാര്യമാണ്. ഈ കലോത്സവം പൂർണ്ണമായും അലങ്കോലമായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം SFIക്കാണ് എന്നുള്ളതാണ് മറ്റ് ഇതര വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ആരോപിക്കുന്ന ഒരു കാര്യം. അവരുടെ അധീനതയിൽ അവർ പറയുന്ന പോലെ കലോത്സവമാണെങ്കിലും മറ്റ് എന്ത് പരിപാടികളാണെങ്കിലും നടക്കുന്നു. അവരുടെ സംഘാടക നേതൃത്വത്തിൽ ആ പരിപാടി നടക്കുന്നു. അത് അംഗീകരിക്കാതെ നിൽക്കുന്നവരെ ക്രൂരമായി മർദ്ദിക്കുക, അതിന് അവരുടെ നേതൃത്വവും ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സർവകലാശാല കലോത്സവം പൂർണ്ണമായും അലങ്കോലമാകുന്നതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രത്തോളം സംഘർഷങ്ങൾ ഒരു കലോത്സവത്തിൽ ഉണ്ടാകുന്നത്. ഏതായാലും ഈ വിഷയത്തിലും ഈ ഷാജിയുടെ ആത്മഹത്യയോടൊപ്പം തന്നെ ഈ സംഘർഷത്തിലും ഈ പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ ഗവർണർ ഇടപെട്ടേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് അദ്ദേഹം ഇല്ല, നാളെ മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും വൈസ് ചാൻസലറോട് വിശദീകരണം തേടുന്നത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.